ശരിക്ക് മാളൂന പിന്നെ ഗസ്റ്റ് വന്നിട്ട് ഇരിക്കണം കെട്ടിപ്പിടിക്കണ കിട്ടി ഇവിടുന്ന് പോവാണ്ട് നിക്കല്ല കേട്ടാ നമ്മക്ക് ഇതൊന്നും കൂടെ തരൂല ആരും വിചാരിക്കുന്നു നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ നീ എന്റെ കുടുംബത്തിൽ ഒരു 5 മിനിറ്റ് ഇരുന്നൂടെ ഏത് നേരം നോക്കിയാലും നാറാത്തന്നെ ഇങ്ങനെ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും അല്ലേ അമ്മ? ആരും വിചാരിക്കുന്നില്ല, കുറച്ചാൾക്കാർ വിചാരിക്കുന്നുണ്ടാവും. അയ്യോ, ഇവിടെ വന്നപ്പോ കുറച്ച് ടീമിനൊക്കെ കാണാൻ വേണ്ടി വന്നതാ ഞങ്ങൾ. നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവല്ലോ. അപ്പൊ ചെമ്മീൻ കൊറേ ചെമ്മീൻ ഉണ്ട് കേട്ടാ. ഞങ്ങൾ കൊണ്ടുവന്ന പിടിച്ചുകൊണ്ടുവന്ന ചെമ്മീൻ ഒലത്തേം കറി വെക്കാം. മറ്റേ ഇത് പറഞ്ഞ പോലെ കുറച്ചെടുത്ത് ഫ്രിഡ്ജിലും വെച്ചപ്പോ 1000 രൂപ കൊടുത്തും കൊണ്ടേ സൂക്ഷിച്ചും കൊണ്ടൊക്കെ പെരുമാറണം. ബാക്കി കുറച്ച് ബാങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞാലേ പൊരിച്ച് കറി വെച്ച് മറ്റേ ഒലത്തി എന്തും ചെയ്തിട്ട് ബാക്കി എടുത്ത് കുറച്ച് ഫ്രിഡ്ജിലും വെച്ചോ. അത്രയൊന്നും ഇല്ല കേട്ടോ. ആകെ ഇത്തിരി ചെമ്മീനേ ഉള്ളൂ. 1.5 കിലോ ചെമ്മീൻ കൊണ്ടുവന്നു. ഇനി അവര് വന്നിട്ടില്ല. എന്തായാലും അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവര് പറശ്ശിനിക്കടവിൽ പോയിക്കാണ്. ബ്ലോക്ക് എടുത്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്തോ എടുത്തിട്ട് പോയാലോ? എന്താണേ ഇപ്പൊ എന്തോ ഇവിടുന്ന് എന്തോ ടേസ്റ്റ് ഒക്കെ നോക്കിട്ട് പോകുന്നുണ്ടായിരുന്നു. ചിക്കൻ കറി. വാവ്, അടിപൊളി. ഇളമ്പക്ക നല്ല പണ്ടത്തെ നമ്മളെ പരിപാടി ചെയ്ത് ഇങ്ങനെ ഓരോന്ന് എടുക്കുക. ഇങ്ങനെ എണ്ണ എടുക്കാണ്ട് ഇതിന്റെ കറുപ്പങ്ങോട്ട് കളഞ്ഞിട്ട് കറുപ്പങ്ങോട്ട് കളയുക, എന്നിട്ട് ബായിലോട്ട് ഇടുക. ബായിലോട്ട് അങ്ങോട്ട് ഇടുക. നിങ്ങൾക്ക് വേണ ഉപ്പിലിട്ട് ഉപ്പ് പുഴുങ്ങിയത് അല്ല ഉടക്കി. ചോറുണ്ടാമേ? ചോറുണ്ട്. ഇളമ്പക്കോലത്തും കൂടി ചോറിനപ്പ അതിന് വെള്ളം എടുക്കാനാ? ഊറ്റ് അടക്കൂലേ? എടുക്കണം. ചേച്ചോ ഈ പാത്രം ഒന്നും പൊക്കി ഇങ്ങോട്ട് കാണിച്ചാൽ മതി. എന്റെ ടൈം ആയിട്ടത് കക്ക വെള്ളം ഊറ്റി ഇങ്ങനെ എടുക്കണം. ആവി അടിച്ചു. എന്റെ കൈക്കല്ല, ഫോണിലാണ് ആവി അടിച്ചത്. മതി. ഇപ്പൊ ഇതിനത് കഴുകണ്ടേ? കഴുകണ്ടേ? ആ വെള്ളത്തിൽ കഴുകണം. ഇന്ന് ഞാനിവിടെ വന്നിട്ട് നമ്മളെ ഒരു മൈൻഡ് പോലും ചെയ്താ നിങ്ങൾ നോക്കിയേ. നമ്മ ഇന്നിവിടെ വന്നിട്ട് ഇന്നലെ നന്ദു ഉണ്ടായപ്പോ ഇന്നലെ എന്തായിരുന്നു പെർഫോമൻസ്. കൊണ്ടോണ്ട പോകണ്ട. ഹായ് ചിറ്റേന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞില്ല. രണ്ടാളും പറഞ്ഞിട്ടില്ല. ഇല്ല, ഇന്ന് നമ്മളെ വേണ്ട. അപ്പൊ നന്ദുനെ മാത്രമേ വേണ്ടൂ നിങ്ങക്ക്. ഇല്ല. ഓ ശിരുമി ഒന്നുമില്ലടാ. അത് ഇളമ്പക്ക എടുത്തോണ്ട് അച്ഛനാണ് നിർബന്ധം. ഇളമ്പക്ക ഒലത്തേ പറ്റൂ. പിന്നെ നമുക്ക് ഫ്രഷ് നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മിപ്പോ നമുക്ക് എടുക്കാം. ഇപ്പൊ വേഗം എടുക്കാം. അച്ചാറ് പോലെ ഒലിക്കാൻ പോരെ. ശരിക്കും പറഞ്ഞാല് ഞാൻ അങ്ങനെ ഇപ്പൊ പറഞ്ഞല്ല. ശരിക്കും പറഞ്ഞാൽ അവർ വന്നെന്നും പറഞ്ഞിട്ട് രാത്രിയാട്ടെ ഞങ്ങളിത് അറിഞ്ഞിട്ട്. ഞാൻ മാട്ടൂര് കടയിൽ നിൽക്കായിരുന്നു. അപ്പോഴാണ് നിഗി പറഞ്ഞ എങ്ങനെയുണ്ട് ചേച്ചി, അവരും ഉണ്ട്, അതുപോലെ തന്നെ വിഷ്ണുപ്രിയ ഉണ്ട്, എല്ലാവരും ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വന്നേ പറ്റും. പിന്നെ നന്ദുവേട്ടനാണെങ്കിൽ ഞങ്ങൾ ഫോണിൽ പേഴ്സണലായി പുള്ളിക്കാരൻ ഞങ്ങൾ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞ് എന്തായാലും വരണം. എന്നെ വിളിച്ച് ഭയങ്കര ഇല്ലാത്ത വിളിച്ചേട്ടാ. സൈത്തമോളെ എന്താ വരാത്ത, അളിയൻ എന്തിയെന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചു. പിന്നെ എങ്ങനെ ഞങ്ങൾ ആ വിളി കേട്ടാ വരാതിരിക്കും. അപ്പോൾ അതുകൊണ്ടാട്ടെ ഞങ്ങൾ രാത്രി ഓടി എത്തി കേട്ടാ. അല്ലാണ്ട് ഇവിടുന്ന് പോവാണ്ട് നിൽക്കല്ല കേട്ടാ. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് ഓടിയെത്തിയാണ്. ഇനിയിപ്പോൾ ഇളമ്പക്കൊക്കെ എടുക്കാനൊക്കെ ഒന്ന് കൂടട്ടെ. അതിനിടയിൽ അമ്മ പറഞ്ഞു ഇവിടെ എന്തോ ഒരു സാധനം അവർ ആക്കിയ ഒരു സാധനം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, അതൊന്ന് കാണട്ടെ. ഇത് അടിപൊളിയല്ലേ? കിടിലേട്ടാ, സൂപ്പർ. അയ്യോ, അത് കൊള്ളാലോ അല്ലേ? ഇവരാക്കിയ അടിപൊളിയല്ലത്.
ചെക്കനെ കുറ്റം പറഞ്ഞോണ്ട് പോകുന്നുണ്ട് ഒരെണ്ണം പോലും കിട്ടില്ല ഒക്കെ 5-6 കൊടുത്തിട്ട് അങ്ങനെ ടേസ്റ്റ് ഉണ്ടാകും. അച്ഛനിത് നമുക്കൊന്നും കൊണ്ട് തരുന്നില്ലല്ലോ. പക്ഷാവേദം കാണിക്കും. നമുക്ക് ഇതൊന്നും കൊണ്ട് തരൂല. നിങ്ങൾ കൂടെ തെരഞ്ഞെടുക്കുമ്പോ നിങ്ങൾ കൂടെ തരും. കൊണ്ടേ തന്നിട്ടോ മനുഷ്യന്മാർക്ക് ഇതെല്ലാം ഇരുന്നിട്ട് എടുക്കാൻ കഴിയും. ഞാനിത് പുഴയെ പോയിട്ട് പിടിക്കാൻ വേണം ജാസ്തി ഞാൻ കൊണ്ട് കൊഞ്ചി തരാം. വായിലും വെച്ച് കൊടുക്കും ഭയങ്കര പോയല്ലേ പുള്ളല്ലേ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം. അച്ഛനിട്ട് ഇത് എപ്പൊ കൊണ്ട് എപ്പൊ പോയി വാരിട്ട് വന്നെച്ചാ 3 മണിക്ക് പോയത്. 3 മണിക്കൊന്നല്ല അതിക്ക് മുമ്പേ പോയി. അല്ല 2 ഭക്ഷണം ഈ കൂട്ടത്തിൽ ഒരുപാട് കക്കെടുക്കുമ്പോ ഇറച്ചി കുറയും. കാരണം അവർക്ക് ഈ ഭക്ഷണം കിട്ടുന്നത് വീതം വെച്ച് പോകൂലേ. ആ സ്ഥലത്ത് കുറച്ചൊക്കെ ഉള്ളവർക്ക് നല്ല ഇറച്ചി ഉണ്ടാവും. അവർ ഒറ്റക്ക് തന്നെയല്ലേ. തിരക്കാക്കല്ലേ കുറച്ച് പേര് ചൂട് വേണം. ഞാനില്ലേ മാട്ടൂല് അവിടെ സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുകയാണ്. അപ്പണ്ട് പിന്നെ ഒരുത്തി വിളിച്ചിട്ട് പറഞ്ഞ് സൈന്റേച്ചി പിന്നെ പ്രിയേച്ചിയും അവരൊക്കെ വന്നിട്ടുണ്ട് വാന്ന് പറഞ്ഞു. എങ്ങനെ വരാതിരിക്കും? അപ്പോഴോ അത് കട്ട് ചെയ്ത് പറഞ്ഞിട്ട് നമ്മളെ നന്ദുവട്ടം വിളിക്കുന്നു. നന്ദു വിളിച്ചിട്ട് പറഞ്ഞ് പിന്നെ നന്ദു ഏട്ടാന്ന് വിളിക്കാന്ന് നന്ദു വിളിക്കാന്ന് അറിയില്ല. നന്ദു ഏട്ടാന്ന് വിളിക്കാം അല്ലേ? എന്തോ ഒരു ഉടായ്പുണ്ടല്ലേ രണ്ടാളും ഉള്ളില്. അല്ല എന്തോ ഒരാള് വന്ന് തെറ്റിയത് ഒരാള് എന്താണെങ്കിലും പുള്ളിനോട് ചോദിച്ചിട്ട് എന്തും ചെയ്യാം. നന്ദു ഏട്ടാന്ന് വിളിക്കണം. എന്തായാലും വേണ്ടില്ല. നന്ദുവേട്ട വിളിച്ചിട്ട് പറഞ്ഞ് സൈന്റെ മോളെ അങ്ങനെ വിളിച്ചത്. ആ വിളി കേട്ടാ പിന്നെ വരാതിരിക്കും. ഹലോ സൈന്റെ മോളെ എന്താ വരാത്തെ? അളിയനെന്തിയെ? എന്താ നിങ്ങ വരാത്തേന്ന്? അപ്പൊ പറഞ്ഞേ അളിയാ അതേ വരുന്ന. അപ്പൊ പുള്ളിക്കാരൻ അത് മതി, അത് കേട്ടാ മതി. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയത്. സത്യമായ കാര്യം. അതുകൊണ്ട് നാറാക്കുന്ന പൂവാട്ട് കിടക്കല്ല. അത് ഇന്നലെ അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. ഇപ്പൊ എത്ര ട്രിപ്പായി? 3 ട്രിപ്പാ 4 ട്രിപ്പ് അങ്ങോട്ട് 4-5 പ്രാവശ്യമായി വന്ന് നിന്നിട്ടില്ലല്ലോ. ഈ പെണ്ണ് വീട്ടിൽ തന്നെയാണ്. കെട്ടിച്ചു വിട്ടാലും ഇവിടെ തന്നെയാണ്. അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? കാര്യങ്ങള് മൊത്തം ഇവിടെ അല്ലേ ഉള്ളത്. ഇവിടെ പോകുമ്പോഴേക്കും പറയുന്നത് ഇന്നാലും വരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പരിപാടി ഉണ്ടെന്ന് പറയുമ്പോ ഞങ്ങൾ എന്താ ചെയ്യാം? ഓടണ്ട ഇങ്ങോട്ട്. നിങ്ങളല്ലേ പിന്നെ വരാനുള്ളൂ. വേറെ ഇവിടെ ആരെങ്കിലും വരാനുണ്ട്? നിങ്ങളെ വിളിക്കാൻ നിങ്ങൾക്ക് 3 ഇരുന്നിട്ടാ ഉള്ളത്. ഞാൻ ഒരു സ്റ്റൂൾ എടുത്തിട്ട് വരട്ടെ. ഇവര് എന്നെ കൊണ്ട് ഈ മൊബൈലും പിടിപ്പിച്ചിട്ട് കുറേ സമയം അവിടെ ഇരിക്കണം. ഞാനെന്തിനാണ് ഇങ്ങനെ നിന്ന് വിഷമിക്കണത്? പിന്നെ ഞാൻ എന്താ അമ്മേ എൻ്റെ അവനെൻ്റെ ഉടലിൽ പോട്ടാ. സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങള് പണ്ടങ്ങനെ അതെടുത്തിട്ട് പോയി അമ്മ അതിന് വാരിട്ട് അമ്മ പോയത്. മാറ്റി വെക്കമ്മ അത് മാറ്റി വെക്കമ്മ അത്. ഡാൻസ് മാസ്റ്റർ വിക്രം കൈ പോണത് കണ്ട് മതി മതി മതി. എന്റെ ദൈവമേ. എന്റെ പേരെ കുട്ടികളൊക്കെ രാജിവെച്ചട്ടാ. ഞാൻ രാജിവെച്ചു. അതിന് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എണീറ്റത്. അച്ഛൻ പകുതി എടുത്തിട്ടില്ല. അച്ഛൻ വെറുതെ തടുത്തെടുത്ത് വെച്ച്. ഞങ്ങളിങ്ങനെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ താഴത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇളമ്പക്ക വലത്തനോടത്ത് ഞാൻ അങ്ങോട്ട് കയറിയിട്ടില്ല. അമ്മ എന്താ വെച്ചാൽ ചെയ്യട്ടെ. ഞാൻ വലത്തണ ചേട്ടക്ക് അത്ര വലിയ ഇഷ്ടമല്ല. ഞാൻ അവരൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അവർ വരുന്നത് വരെയെങ്കിലും ഈ കോലത്തിൽ നിൽക്കാൻ കഴിയുമോയെന്ന് അറിയില്ല. എന്തെങ്കിലും അടുക്കള കയറി നുണയാൻ തുടങ്ങിയാൽ അപ്പോൾ ലിപ്സ്റ്റിക്കിലും പോവില്ലേ.
അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കണം. അവർ വന്നിട്ട് ഈ കോലൊന്ന് കണ്ടിട്ട് ചുമ്മാ കാണിച്ചാ വിലയില്ലാത്തൊരു സാധനം ഇപ്പൊ വന്നോട്ടെ ആ അതാണ് പഴയ നമ്മളെ ഐഫോണിൽ ചാടിയിട്ട് പോയിട്ടൊക്കെ എന്താടേ എടുത്ത് പിടിച്ചോന്ന്. മറ്റേത് വന്നോണ്ട് ഈ പാത്രം മൈൻഡ് ആക്കുന്നില്ല. പാവം. തിരക്കില് കൊണ്ടാച്ച ഞാൻ തരൂല. തരമാട്ടെ അവരൊക്കെ വന്നിട്ട് എനിക്ക് ഇതിനകത്തൊന്നും കിട്ടിയിട്ടില്ല. ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക് ഫോണിലൊന്നും കിട്ടിയില്ല. ഞാനല്ലല്ലോ അതിഥി, അവരല്ല അതിഥികൾ. അതല്ല അച്ഛാ, എനിക്ക് ഇതിനകത്തൊന്നും കിട്ടിയിട്ടില്ല. ഇവരെ ഫോണിൽ കിട്ടിയിട്ടില്ല, എനിക്ക് എന്റെ വീഡിയോയിൽ കിട്ടിയിട്ടില്ല. ഞങ്ങൾ ചപ്പാത്തി ചുടുന്നു. സ്വന്തമായിട്ട് ഞങ്ങൾ കൈകൊണ്ട് എനിക്ക് ചപ്പാത്തി കരിയുന്ന എന്റെ ചപ്പാത്തി കരിയില്ല പിന്നെ എനിക്ക് അവരാരെ എന്റെ ഫ്രെയിമിൽ കിട്ടിയിട്ടില്ല. ഒരച്ഛന്റെ രോദനം കിട്ടില്ലേ ഉണ്ണി, കിട്ടില്ലേ ഉണ്ണി, കിട്ടോ കിട്ടൂലേ, കിട്ടുമായിരിക്കും. ഞങ്ങള് വാശിക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യം ഞാൻ ക്യാമറ ഞാൻ ക്യാമറ എടുക്കുന്നുണ്ടെങ്കിൽ എന്റെ പണി നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ എത്തിയതാ. നീയൊക്കെ പോയിട്ടുണ്ടായിട്ടില്ലേ പർസണലി. ഞങ്ങൾ ഇവിടെ എത്തുമ്പോ നിങ്ങ എത്തുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എത്തിയിട്ട് നിങ്ങൾ എത്തിയിട്ടില്ല. ഞാൻ നേരത്തെ എത്തി. സജ്മോൻ പിന്നെ കക്ക റെഡിയാക്കി അമ്മ മാറ്റി വെച്ചിട്ടുണ്ട്. ചപ്പാത്തി സെറ്റായ ചിക്കൻ കറി ഓക്കെ. ഇതെങ്ങനെ രണ്ടാള് നാത്തോണി ചപ്പാത്തി ചപ്പാത്തി ഉടലും നമ്മക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അവരെ നമ്മളെ ഫ്രെയിമിന് കിട്ടിയിട്ടില്ല. വരൂലേ അവര്? ഒന്ന് വിളിച്ചാ മതി. ഞാൻ കാണിച്ചിട്ടില്ല എന്ന് പറയേ. ഇനിയൊന്നും പറയില്ല. പുള്ളി എന്നെ എന്താ പറയാൻ വന്നോ? അപ്പോഴൊക്കെ വായി കൂട്ടി. അല്ല പുള്ളി എന്നെ എന്തൊക്കെ പറയാം. ഇല്ല ആരും എന്റെ അതിനകത്ത് കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയേ. ഇപ്പൊ എല്ലാരെയും കിട്ടിയില്ലേ നന്ദൂസ് ഫാമിലി. അപ്പൊ എന്തായാലും എനിക്ക് കിട്ടിയട്ടെ. ഇവരെ ഞാൻ കിട്ടിയിട്ടില്ല എന്ന് പറയരുത്. ശരിക്ക് മാളൂന പിന്നെ വീഡിയോയിൽ കാണുമ്പോ പോലെ ഒന്നും കൂടി സുന്ദരിയായിട്ടുണ്ട് എല്ലാവരും. നേരിട്ട് കാണുമ്പോ അതേപോലെ തന്നെ ഇപ്പം നമ്മളെ പ്രിയ ഭക്ഷണം കഴിച്ച് വരട്ടെ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നേരെ അങ്ങോട്ടൊക്കെ ഒഴിവാക്കി പോലും. ഞാൻ ഇവിടെ ഭക്ഷണം കഴിക്കുകയാണ് ഇവര്. അതുകൊണ്ട് ഇവര് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വന്ന് കാണിക്കാം. ഒഴിവാക്കൂല ഞങ്ങൾ. ഒഴിവാക്കാനാ ഇതിലൊന്നും കിട്ടാനാ ഞാൻ നിക്കണേ. ഒഴിവാക്കാനാണ്. ഗസ്റ്റ് വന്നിട്ട് ഇരിക്കണം. വീട്ടുകാരനായി അതന്നെ പറഞ്ഞ അവിടെ ഇരിക്കുന്നില്ലേ. എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ എടുത്തിട്ട് പോന്നു. കമന്റിടും. ഇല്ല ഞാൻ എന്തായാലും ഒരു ഫോട്ടോ എടുത്തിട്ടേ പോകുന്നു. ഇതിപ്പോ എല്ലാം കൂടി ഒത്തണെങ്കിൽ ഒരു സാധനം വരും. ഇതേ പോണ ബ്ലോഗ് ആണാന്ന് വെച്ചിട്ട് പോകുന്നു. സത്യമല്ല, ഒന്നും സത്യമല്ല. ഇതാണ് സത്യം അല്ലേ? ഇതിൽ കൂടിയാണ് എല്ലാവരുടെ സത്യങ്ങളും. ഒന്നുകൂടി കെട്ടിപ്പിടിച്ച കെട്ടിപ്പിടിക്കണ കിട്ടി. ഒന്ന് കെട്ടിപ്പിടിച്ച അത് കൊറേ പ്രാവശ്യം കെട്ടിപ്പിടിച്ച്. ഇത് ഒതുങ്ങണില്ല. ഒന്ന് ഒതുക്ക്. അപ്പൊ എന്തായാലും ഓക്കെ കാണാം. ടാറ്റ പോട്ടാ. പ്രിയമോൾ ഓക്കെ താങ്ക് യു പ്രിയമോൾ. ഞങ്ങൾ സ്നേഹം കൊണ്ട് വിളിച്ചതാ. ബൈ ബൈ ബൈ. പ്രിയമോളെ ഞങ്ങൾ സ്നേഹം കൊണ്ട് വിളിച്ചതാ. എന്തായാലും പൊന്നു നന്ദുച്ചേട്ടാ ഇവിടുന്ന് കാണുന്നില്ല, ലൈറ്റ് ഇല്ല. എപ്പം അമ്മേന്റെ ടാറ്റ മേടിച്ചിട്ടായിരുന്നു പോക്ക്. എന്റെ വ്ളോഗിലൊക്കെ ടാറ്റ ആയിരിക്കും.
അപ്പോൾ ഓക്കെ. നമ്മുടെ രാജ്യമേ ഉള്ളു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തേട്ടാ. അപ്പോൾ എന്തായാലും എല്ലാവരും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.